അയക്കുന്നത് വർഷേ. കുഞ്ഞി, നീ വരുന്നുണ്ടോ? വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ പോവേ. Girl, you saved me, you brought me back again. I gotta worship you cause of you I'm here again. Nah, 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 without you my... ഇതെന്താണ് നിന്റെ മുഖം കുമ്മായത്ത് വീണോ? എന്തേ രാവിലെ തന്നെ ചീന കോമഡി അടിക്കല്ലേ? അമ്മച്ചി, ഞങ്ങള് പോവാണേ. തോലച്ച്. അമ്മച്ചി, അമ്മച്ചി, എന്താണ് രാവിലെ കിടന്ന് കീറുന്നേ? ദേ ആ പരട്ടത്തള്ള രാവിലെ തന്നെ ചൂലും പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. ഇന്ന് അവളുടെ അവസാനം. നിനക്ക് എന്തിന്റെ കേട്ടാ രാവിലെ തന്നെ അടിയുണ്ടാക്കാൻ? ഒരു ചൂലല്ലേ, കണ്ടില്ലെന്ന് വെച്ചാ പോലും. ആഹാ, ഇതൊന്നും കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. അവര് മനപ്പുറം വന്ന് നിൽക്കുക ചൂലും കൊണ്ട്. അമ്മച്ചി, പറയമ്മച്ചി അങ്ങോട്ട്. എടി എടി എടി, എന്റെ പിള്ളേര് പഠിക്കാൻ പോണ നേരത്തെ തന്നെ വീണോടി നിനക്ക് മുറ്റോടിച്ച് വരാൻ. ഇല്ലടി, നിന്റെ രാജകുമാരന്മാര് പോണത് പ്രമാണിച്ച് ഞാൻ രാത്രി 2 മണിക്ക് എണീറ്റ് അടിച്ചിട്ടിട്ട് കിടന്നുറങ്ങാം. അവളുടെ ഒരു ഉണക്ക പിള്ളേര്. തള്ളെ ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്താ ചെയ്യോടാ? എന്നെ മൂക്കിൽ വരെ ചെയ്യട്ടെ. എടി വർഷി, ഇറങ്ങി വാണി. ഇവിടെ കുറെ ഞാനൊരുകൾ കിടന്ന് ചിലക്കുന്നുണ്ട്. മമ്മി, ഇതുങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ പണി? വിട്ടുകളാ മമ്മി. ഡീ, നിനക്ക് ഇത്ര അഹങ്കാരോ? യു ഫോൾ കൺട്രി ഫെല്ലോസ്. ഇംഗ്ലീഷിൽ തന്നെ പറയുന്നോടി. തിരിച്ചു പറയണം. ഓ, കണ്ടാലും മതി, നീ ഒരു പെണ്ണാണോടി? കളസോ വിട്ട് ബുള്ളറ്റിൽ കയറി നടക്കുന്ന കാളം. ചെറുക്കാൻ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ,
നിന്റെ കോപ്പിലെ ആറ്റിറ്റ്യൂഡൊക്കെ കോളേജിലെ നരുന്ത് പെൺപിള്ളേരുടെ അടുത്ത് ചെലവാകും. അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. ഇതേ വർഷ പീലിപ്പോസ്. പിന്നെ വർഷ പീലിപ്പോസ് ആരാടി എന്റെ പേരും പറഞ്ഞ് ഇവിടെ അടി ഉണ്ടാക്കുന്നേ? ഓ എഴുന്നള്ളിയോ കിളവൻ നിന്റെ കെട്ടിയോനാടി. ദേ എന്റെ കെട്ടിയോനെ പറഞ്ഞാലുണ്ടല്ലോ പറയും നിന്റെ കെട്ടിയോൻ മണ്ണുണ്ണി സക്കറിയ കിളവൻ കിണത്തൻ. ആർക്കവിടെ എന്റെ പേര് പറയാനോട് ധൈര്യം? ചോണുണ്ടെങ്കിൽ നേർക്കുനേർ വേണം. ഓ നിന്റെ നേർക്കുനേറിലൊക്കെ എനിക്കറിയാടാ. ഇവനൊരു നടക്ക് പോകൂല. വിടണി എന്നെ വിട. പിന്നെ നീ അങ്ങ് മലത്തും. ഓ എന്റെ ഇച്ഛായ വേണ്ട. ഈ അലവലാദികളോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ആരാണ് നിന്റെ അലവലാതി? എന്റെ പെൺകുച്ചിനെ കൊണ്ടുപോയി നിന്റെ ചെറുക്കനാണ് ഈ അലവലാതി. ആ തെണ്ടി നിന്റെ കൈ കിട്ടിയ അമ്പടി പൊളുത്തു. എന്റെ ചെറുക്കനെ മയക്കെടുത്ത് അടിച്ചോണ്ടോടിയ നിന്റെ പുന്നാര മോളടി അലവലാതി. ഇത് പെണ്ണുമ്പിള്ളെ എന്റെ കൊച്ചിനെ പറഞ്ഞാലുണ്ടല്ലോ നിന്നൊട്ടും ഒന്ന് പോടി. ഇടയ്ക്ക് എവി നിനക്ക് എന്തിന്റെ കേടായിരുന്നു? ചെറിയൊരു ചൂല് നീ ഇത്രയും വലിയ അടിയാക്കി മാറ്റിയല്ലോ. നിനക്ക് എന്താടാ? നമ്മുടെ വീട്ടുകാരെ പറഞ്ഞാ ചോദിച്ചേ പറ്റുള്ളൂ. എന്നാലും എന്തിനാ വെറുതെ? നീയേ ചെറിയ കൊച്ച അങ്ങ് മാറി നിന്ന് കാണും കേട്ടോ. അമ്മച്ചി മതി അമ്മച്ചി, വെറുതെ കിടന്ന് അലറാനല്ലാതെ ഇവറ്റകൾക്ക് വേറെ ഒന്നും അറിയില്ല. ഓ അവളൊരു ഭൂലോക രംഭ. ആ രംഭ തന്നെയാ. അതിന് നിങ്ങൾക്ക് എന്നാ തള്ളേ? എടി പൂതനെ, എന്റെ അമ്മച്ചിനെ തള്ളേന്ന് വിളിച്ചാലുണ്ടല്ലോ. പൂതാതെ എന്നെ കെട്ടിയോൾ ഓടെ പട്ടി ഓടി നയിക്കില്ല വർഷേ. ഓടെ കണ്ണാപ്പി. കെവിനെ ഒന്ന് വെറുതെ ഇരി. അപ്പച്ച എന്തിനാ അപ്പച്ച? അവർ പാവങ്ങളല്ലേ? പാവങ്ങളോ? പാവങ്ങളാണെ നീ പോയി പിച്ചെടുത്ത് കാശുണ്ടാക്കി കൊടുക്കും. അതെ മാറി നിന്നോണം. കുട്ടികൾ കുട്ടികളുടെ സ്ഥാനത്ത് നിൽക്കണം. മൂത്തവർ വഴക്കിടുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അപ്പ ഇവനോ? അവനെ പോലെയാണോ നീ? അവൻ മൂത്തതല്ലേ? നീ ഈ വീട്ടിലെ കുഞ്ഞാണ്. കുഞ്ഞാ ഞാനാ? മമ്മി വെറുതെ ഇരി മമ്മി. கடவுளே கடவுளே மீண்டும் நான் பிறந்து விட்டேன் உன்னாலே கனவிலே கனவிலே வாழ்ந்திட தொடங்கி விட்டேன் தன்னாலே. ഒരു പ്രശ്നത്തിനും പോകണ്ട മമ്മി. അവിടെ നമ്മുടെ നെയ്ബേഴ്സ് അല്ലേ മമ്മി. പിന്നെ ഒരു നെയ്മർ കണ്ടേച്ചാലും മതി. മമ്മി പറ മമ്മി, അവറ്റോട് കണ്ട് കിട്ടാനുണ്ട്. പപ്പ പപ്പ എന്താണ് മന്ദം കണ്ട പെരിച്ചഴിയെ പോലെ നിൽക്കണേ? എടാ ചുക്കറിയെ, നീ അധികം കിടന്ന് തിളക്കാതടാ. നീ പോടാ മണ്ണുണ്ണി. നീ പോയി നിന്റെ തെങ്ങിനെ തലയിടാൻ നോക്കൂ. അതിനെ നിന്നെ കൊള്ളു. നീ പറഞ്ഞപോലെ തെങ്ങിന് തലയിട്ടില്ലല്ലോ. ആഹാ നിന്നെ നീ എടുത്തോളാടാ. ഓ ഇങ്ങോട്ട് വാടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. ശേ പെട്ടെന്ന് തീർന്നുപോയി. കഴിഞ്ഞ ദിവസത്തെ ഇതിലും അടിപൊളിയായിരുന്നു. അപ്പന് പണ്ടത്തെ പോലെ ഒരു പവർ ഇല്ലട്ടോ. പിന്നെ പവർ അതിനെ രാവിലെ വല്ലതും വിഴുങ്ങണം. ഇവിടെ വല്ലതും ഉണ്ടോ? നിന്റെ തള്ള രാവിലെ പോകില്ലേ തല്ലിനെ? ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതെന്തായാലും അമ്മച്ചി അറിഞ്ഞേ പറ്റും. എന്റെ പൊന്നു മോനെ ചതിക്കല്ലേ. അവളുടെ ചവിട്ടും കുത്തും അല്ലാതെ തന്നെ ലാവിഷായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി എക്സ്ട്രാ സെറ്റപ്പ് നീ ഉണ്ടാക്കി തരല്ലേട്ടാ. ഇവൻ എന്താ മോദി നിർമ്മിച്ചിരിക്കുന്നേ? ആവോ എന്താ കാര്യം? എന്നതാണ് വെളുപ്പാങ്കാലത്തെ എന്റെ കുഞ്ഞാപ്പിയെ ദേഷ്യം പിടിപ്പിച്ചേ? അപ്പച്ച ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കുഞ്ഞാപ്പി എന്ന് വിളിക്കരുതെന്ന്. നീ ഞങ്ങളെ കുഞ്ഞുവാ അല്ലേടാ. വായോ വാവേ, കോളേജിൽ പോകാൻ ഇപ്പൊ തന്നെ വൈകി വാവേ. നീ അധികം ഷുഗറൊക്കല്ലേ? 1 വയസ്സിന് മൂത്തതെന്ന് വെച്ച് എന്റെ അപ്പം കളിക്കാൻ വന്നാലുണ്ടല്ലോ തിണ്ടി. ഡാ ഞാൻ നിന്റെ ചേട്ടനാണെന്നുള്ള പരിഗണന വീട്ടിലെങ്കിലും താടാ. നീയൊക്കെ ഇതുവരെ പോയില്ലേ? അയ്യോ അമ്മച്ചി എവി വാടാ. ഇടയ്ക്ക് വിമോനെ എന്റെ കുഞ്ഞാപ്പിനെ നോക്കിക്കോണേ. അമ്മച്ചി മമ്മിക്ക് കുറച്ചുകൂടി പറയായിരുന്നു. ഞാൻ പറഞ്ഞു വരുവാറുന്നില്ലേടേ. അപ്പോഴല്ലേ എന്റെ കുഞ്ഞാര മോന്റെ ഓർമ്മ വന്നത്. എന്റെ മോനെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതല്ലേ അപ്പുറത്തെ മറുത. ഓ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? നിനക്ക് അങ്ങനെ പറയാം. എന്റെ ദൈവമേ, എന്റെ മോനെ അടിച്ചുകൊണ്ട് പോയ ആ കാലമാടത്തിയുടെ തലയിൽ എടുത്തി വീഴണേ. മമ്മി അങ്ങനൊന്നും പറയില്ലേ. എത്ര വന്നാലും അത് അമ്മച്ചിയുടെ മരുമകളല്ലേ. അവളൊരു സമാധാനപ്രിയ. ആ മമ്മി ഇവക്ക് ഈയിടെയായിട്ട് വല്ലാണ്ടൊരു ഇണക്കമുണ്ട്. വർഷേ വേഷം കെട്ട് പറഞ്ഞാലുണ്ടല്ലോ
പിന്നെ എന്നാടി നിനക്ക് ആ ചുക്രയുടെ വീടിനെ പറയുമ്പോ ഇത്രക്ക് കൊള്ളുന്നേ? സത്യം പറ, നിനക്ക് ആ കെവിൻ ആന്റിനെ നോട്ടമില്ലേ? അയ്യേ, ചേച്ചിയാണെന്ന് ഞാൻ നോക്കൂല, ഒറ്റയ്ക്ക് ഇടി വെച്ച് തന്നാലുണ്ടല്ലോ. കെവിൻ ചേട്ടൻ മനസ്സോ വാചോ അറിയാത്തൊരു കാര്യം. ആരാടി നിന്റെ കെവിൻ ചേട്ടൻ? കണ്ട മമ്മി, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തായി? അങ്ങനെ വല്ല വിചാരം എന്റെ മോളുടെ മനസ്സിലുണ്ടേ, അതങ്ങ് മാറ്റി വെച്ചേക്ക് കേട്ടല്ലോ. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും മമ്മി. വാ വാ, ലേറ്റ് ആയി. നിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളൊക്കെ ഇനി വൈകിട്ട് വന്നിട്ട് മതി. നീ പോടി ചേച്ചി. എന്റെ പൊന്നു വർഷേ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. അല്ലെങ്കിൽ തന്നെ നീ പ്രിൻസിപ്പലിന്റെ നോട്ടപ്പുള്ളിയ, അറിയാലോ. ചെന്ന് കൈവക്കാത്ത പ്രശ്നങ്ങളില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേച്ചി. നിനക്കെന്താ ഇവിടെ കാര്യം? വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോ ആളുടെ ഒരു അഭിപ്രായം. ഒരേ ക്ലാസ്സിലാണെന്ന് വെച്ച് ഒരുമാതിരി തലേക്കയറാൻ വന്നാലുണ്ടല്ലോ. എന്റെ മോളെ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, അടങ്ങി നിന്നോളണം. ഫൈനൽ ഇയർ എങ്ങനെയെങ്കിലും കുഴപ്പമില്ലാതെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ. സാധിച്ചു തരാൻ പറ്റൂ? നിന്റെ സംസാരം കേട്ടാ തോന്നും ഞാനല്ല ഉണ്ടാക്കുന്നതെന്ന്. ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിങ് ആ കെവിൻ തണ്ടിയല്ലേ? എന്തൊക്കെ ഈ പറയണേ? കെവിൻ ചേട്ടൻ ഒരു പാവോ? മിണ്ടാതെ രീതി. അവളുടെ ഒരു കെവിൻ ചേട്ടൻ. നിനക്ക് ഈ അവനെ പറയുമ്പോ അങ്ങനെ ദഹിക്കുന്നില്ലല്ലോ. രാവിലെ മമ്മി പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ. Yeah, girl, you saved me, you brought me back again. Gotta worship you cause if you're here again. Nah, 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 nah. ഓ, തുടങ്ങി. ഇവളുമാർക്കൊക്കെ പ്രാന്ത. നല്ല അമ്പലരെ കാണാത്തതുകൊണ്ടാ ഈ പൊട്ടന്മാരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. ഇതിലൊക്കെ നോക്കി. Easy, come on, come on. Okay. എല്ലാരും അടിപൊളിയാ. കെവിൻ ചേട്ടൻ അങ്ങനെ ഒരു പുലിയ. സൂപ്പർ സീനിയർ എന്ന് വിളിക്കാൻ പറ്റിയ മുതൽ തന്നെയാ. അതെന്താ അങ്ങനെ പറയുന്നേ? എന്താന്ന് വെച്ചാ ഫുട്ബോൾ ടീമിന്റെ ലീഡർ, കോളേജിലെ ടോപ്പ് സ്റ്റുഡന്റ്. എന്നാ പഠിപ്പിയാണോ? അതുമല്ല, മൊത്തം വെറൈറ്റിയാ. പക്ഷെ ഇതൊന്നും അല്ല ആളെ വ്യത്യസ്തനാക്കുന്നത്. ഈ കോളേജിലെ മൊത്തം ഗേൾസ് അങ്ങേരുടെ ഒരു നോട്ടത്തിന് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങളില്ല. ബട്ട് നോ ചാൻസ്. അവന്റെ കണ്ണുകൾ ഒരു പെണ്ണിലും ചെന്ന് പതിച്ചിട്ടില്ല ഇതുവരെ. അതെന്താ അങ്ങനെ? ഈ സീനിയറിന് വല്ല ഗേ ആയിരിക്കും? അതൊന്നുമല്ല. അവൻ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നാലും ഒരു പെണ്ണിൽ പോലും അവൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ അങ്ങനല്ല. അവരുടെ ഗ്യാങ്ങിൽ തന്നെ ഉണ്ട് ഒരു ഗേൾ. അവളോട് മിണ്ടുന്നത് മിക്കവരും കാണാറുണ്ട്. ബട്ട് ഫ്രണ്ട്ലി ആയിട്ടല്ലതാനും. അതാ രസം. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഗേൾസ് ഈ ചേട്ടന്റെ ഒരു നോട്ടത്തിന് വേണ്ടി നടന്നിട്ട് അവന്റെ കണ്ണുകൾ ആരെങ്കിലും പതിച്ചില്ലെന്ന് പറഞ്ഞാൽ? പതിച്ചിട്ടുണ്ട് ഒരുത്തിയും. അതാരാ? ഈ സീനിയറിന്റെ കണ്ണുടക്കിയ ലക്കി ഗേൾ. വർഷ ഫിലിപ്പോസ്. സീരിയസ്ലി? സൂപ്പർ സീനിയർ വർഷ? യെസ്. ഡെയിലി അടിയിടാൻ എന്തെങ്കിലുമൊക്കെ റീസൺ ഡെയിലി ഉണ്ടാവും. അങ്ങനെ കെവിൻ ചേട്ടന്റെ കണ്ണുകൾ ഡെയിലി പതിയാറുണ്ട് വർഷ ചേച്ചി. സോ ഫണ്ണി. അപ്പൊ ഇനി ഒരുപാട് കളികൾ കാണേണ്ടി വരും നമുക്കല്ലേ? പിന്നില്ലേ, അധികം ടൈമൊന്നും വേണ്ടി വരില്ല. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. ഇൻട്രസ്റ്റിംഗ്. Hey John. Hey Vicky. Hey Abby. Hi Kevin.
നീ ഇന്ന് നേരത്തെയാണല്ലോ. യെസ്, ഇന്ന് ഫ്രഷേഴ്സ് ഡേ അല്ലേ, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എന്താ നമ്മുടെ പരിപാടി? അതൊക്കെ ഉണ്ട്. എന്താടാ ഞങ്ങളോട് കൂടി ഒന്ന് പറഞ്ഞതാ. അതൊക്കെ നീയൊക്കെ കണ്ടോ? ഇടയ്ക്ക് ഇവനെ ചുമ്മാ വെറുതെ സീൻ ഉണ്ടാക്കാൻ നടക്കല്ലേ. ഫസ്റ്റ് ഡേ തന്നെ വെറുതെ പ്രിൻസിപ്പളിന്റെ വായിലിരിക്കുന്നത് കേൾക്കണോ? ആ കേട്ടാലും കുഴപ്പമില്ല, ബട്ട് ഇത് ഞാൻ നടത്തും. കെവിനെ വെറുതെ വർഷ ചേച്ചിയോട് മുട്ടാൻ നിൽക്കല്ലേ. അത് നിന്നോട് ഒന്നിനും വന്നില്ലല്ലോ. ഓ, അപ്പൊ നിനക്കറിയാം ഞാൻ വർഷയോടാണ് മുട്ടാൻ പോകുന്നതെന്ന്. അല്ല, നിനക്കെന്തോടാ അവളെ പറ്റി പറയുമ്പോ ഇത്ര കൊള്ളാൻ? നിനക്കെന്താ അവളോട് പ്രേമാ? ദേ അലവലാതി ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. നോക്ക് അവന്റെ കലിപ്പ്. ഞാൻ നിനക്ക് കെട്ടിച്ചു തരട്ടെ അവളെ. ഓ, എനിക്ക് വേണ്ട, നീ തന്നെ കെട്ടിയേച്ചാ മതി. രണ്ടും കൂടി ആവുമ്പോ ചേരും. അതിലും ഭേദം നീ എന്നെ അങ്ങ് കൊന്നേക്ക്. ഈ കെവിൻ സക്രിയ ആ ഊച്ചാളി വർഷയെ കെട്ടാനോ? നോവേ, ഓർത്തിട്ട് തന്നെ അയ്യേ. ബൈ ദ ബൈ, നിനക്കെന്നെ കൂടെ നിൽക്കാൻ പറ്റുമോ? നിൽക്കാതെ എന്ത് ചെയ്യും? അല്ലെ നീ വീട്ടിൽ ചെന്ന് എന്തൊക്കെയാണ് അമ്മച്ചിയോട് പറഞ്ഞു പിടിപ്പിക്കാന്ന് എനിക്കറിയൂല. സോ ഐ മീൻ Girl, you save me, you brought me back. മോളൊരു ഡാൻസ് കളിച്ചേ. ദേവരുന്നട ഒരുത്തൻ. ഹലോ, ഇടുവാ. പേരെന്താ? ഉണ്ണി. ഉണ്ണിയോ? കാണാതെ പോയ ഉണ്ണിയാണോ? മറ്റേ മൂവിയില് വിളിക്കുന്ന പോലെ. ഏതാടാ? എടാ കവിയൂർ പൊന്നമ്മയുടെ ഉണ്ണിയല്ലേ? അത് തന്നെ. മോനെ ഉണ്ണി, എന്റെ ഉണ്ണിയെ കണ്ടു, എന്റെ ഉണ്ണിയെ കണ്ടു. ആ ഉണ്ണിയാണോടാ? അച്ചോടെ കരയുന്നോ? നീ ഉണ്ണിയല്ലടാ, ഉള്ളിയാ. പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയറിനെ ആ കെവിനും ഗ്യാങ്ങും റാഗ് ചെയ്യുന്നു. വാടി, അതൊക്കെ ഈ വർഷയുടെ ഡിപ്പാർട്ട്മെന്റിൽ കയറി കളിക്കാനാണല്ലോ. ഓഹ്, വരുന്നുണ്ടല്ലോ വാനരപ്പട. ആരോട് ചോദിച്ചിട്ടാടാ എന്റെ പിള്ളേരെ തൊട്ടെ? എല്ലാവരും? ഓഹോ, നിന്റെ കല്യാണമൊക്കെ എപ്പോ കഴിഞ്ഞു വെങ്കുച്ചേ? ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ. ഒരു ബിരിയാണി പോയില്ലേ? ചേ, മര്യാദക്ക് സംസാരിച്ചോ? നീ ആരാടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ? നിനക്ക് രാവിലെ കിട്ടിയതൊന്നും പോലല്ലേടാ. പിന്നെ രാവിലെ നീ എന്നും മലമറിച്ചിട്ടാണല്ലോ പോയെ. ഒന്ന് പോടി. പാടടാ പാടിയ നീ വിവരം അറിയും. പാടടാ. വേണ്ടടാ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ കൊച്ചിനെ റാഗ് ചെയ്യാൻ ഞങ്ങളുണ്ട് ഇവിടെ. കണ്ടവന്മാർ ഇവിടെ കിടന്ന് ഷോ ഇറക്കണ്ട. ഇറക്കിയ നീ എന്ത് ചെയ്യോടി? വിനി വീട്ടിലുണ്ടാക്കി പോരാനിട്ടാണോ ഇപ്പൊ കോളേജിൽ വന്നിട്ടു? നീ ഒന്ന് പോയേടാ സമാധാന പ്രിയ. അവൻ പറയട്ടെ. നീയൊക്കെ കൂടി ഇവനെ ഇങ്ങനെ നശിപ്പിക്കണേ. ചേച്ചി, എന്നെ എങ്ങനെയെങ്കിലും ഈ കാലമാടന്മാരുടെ ഇടയിൽ നിന്ന് ഒന്ന് രക്ഷിക്കണേ. നീ വാടാ, ആരെ എന്നെ തടയുന്നത് എന്ന് എനിക്കൊന്ന് കാണണം. നീ കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ കൊണ്ടുപോകും. നീ പോടാ മരവാഴ. എന്ത് വിളിച്ചിട്ട് മരമാക്കി? എന്താ ഇവിടെ മാറിടാ? ഓഹോ, ഈ കോളേജിന്റെ അഭിമാനങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ കലാപരിപാടികൾ തുടങ്ങിയോ? മിസ് ഞാനല്ല ഇവനാ. ഞാനല്ല, ഈ പെണ്ണ. പെണ്ണോ? മര്യാദക്ക് സംസാരിക്കണം. പെണ്ണല്ലേ? പിന്നെ ആണാ? നോ മോർ ടോക്കിംഗ്. കെവിൻ, വർഷ, ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് പ്രിൻസിപ്പൽ ഓഫീസ്. എടി വർഷേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒന്നിനും പോണ്ടെന്ന്. ഇപ്പൊ മതിയായല്ലോ. പെങ്കൊച്ചെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. വെറുതെ ചേട്ടന്മാരെ കയറി ചൊറിയാമാരുണ്ടാവും. കോപ്പെ മിണ്ടാണ്ടിരുന്നോ നീ? ഇല്ലേ, നീ എന്ത് ചെയ്യോടി? പ്രിൻസിപ്പളിന്റെ ഓഫീസായി പോയി, ഇല്ലേ കാണിച്ചു തരായിരുന്നു. പിന്നെ ഒന്ന് പോടി പെങ്കൊച്ചെ.
വാട്ട് ഈസ് ദിസ്? ഇത് മാംഗോ ജ്യൂസ് അല്ലേ സാർ? അതല്ല, നീയൊക്കെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നേന്ന്. സാറേ, സാറിന് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഈ കോളേജിന്റെ അഭിമാനമല്ലേ ഞാൻ. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ചെയ്യും സാർ ചെയ്യും. നീ